ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അനർഹമായ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെ കർശന നടപടികളുമായി സംസ്ഥാന സർക്കാർ. അനർഹമായ ക്ഷേമ പെൻഷൻ വാങ്ങിയവരിൽ നിന്ന് 18% പലിശ ഈടാക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയും സ്വീകരിക്കുമെന്ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. എല്ലാ വകുപ്പ് മേധാവികൾക്കും സർക്കുലർ കൈമാറി. കൈപ്പറ്റിയ പെൻഷൻ തുക തിരിച്ചുപിടിക്കുന്നതിനൊപ്പമാണ് പിഴപ്പലിശയും ഈടാക്കുക. ഉന്നത സർക്കാർ ജോലിയുള്ളവരും VW കാറടക്കം ആഡംബര വാഹനമുള്ളവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയിരുന്നു. ഗസറ്റഡ് ഉദ്യോഗസ്ഥരും കോളേജ് അധ്യാപകരുമടക്കം 1458 പേർ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നതായാണ് കണ്ടെത്തിയത്. തുടർന്നാണ് സർക്കാർ വിശദമായ പരിശോധന നടത്തി പണം പലിശയടക്കം തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചത്. സാമൂഹ്യസുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ വ്യാജരേഖകൾ ചമച്ച് സർക്കാരിനെ കബളിപ്പിച്ച് സാമൂഹ്യസുരക്ഷാ പെൻഷൻ വാങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെടുന്ന അവസരത്തിൽ പെൻഷൻ അടിയന്തരമായി റദ്ദ് ചെയ്യുകയും അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തുക 18% പിഴപ്പലിശ സഹിതം തിരികെ ഈടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷനും 1 മാസത്തെ കുടിശ്ശികയും അടക്കം 3200 രൂപ ക്രിസ്തുമസിന് മുമ്പ് വിതരണം ചെയ്യും. പെൻഷൻ വിതരണം ഡിസംബർ 18 ആരംഭിക്കുമെന്നാണ് സൂചന. ഇതിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്രിസ്തുമസിന് മുന്നോടിയായി 2 ഗഡു പെൻഷൻ എല്ലാവരിലേക്കും എത്തിച്ചേരുന്ന രീതിയിലായിരിക്കും വിതരണം നടക്കുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.